അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് പറയുന്നത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് തീരുമാനിക്കുന്നത്, ആർക്കാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ 2022 പാസ് ഔട്ട് ആയതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും റാങ്കിൽ ഞാൻ പിന്നോട്ടാവോ മുന്നോട്ടാവോ എന്നൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഉത്തരവായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ മെയിനായിട്ട് ആദ്യം നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ വരാൻ വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇൻഡെക്സ് മാർക്കാണ്. എന്ന് പറയുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ +2ൻ്റെ മാർക്ക് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻഡെക്സ് സ്കോറാണ് ആദ്യം തന്നെ പരിഗണിക്കുന്നത്. അപ്പം ഇപ്പോൾ ഒരുപോലെ ഇൻഡെക്സ് എങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീടത് എങ്ങനെയായിരിക്കും. ഇപ്പം 300 ഇൻഡെക്സ് തന്നെ വന്ന മാക്സിമം ഇൻഡെക്സ് എന്ന് പറയുന്നത് 300 ആ 300 തന്നെ വന്ന ഒരു 100 കുട്ടികളുണ്ടെന്നിരിക്കട്ടെ, എങ്ങനെയാണ് അവരിൽ തന്നെ ആദ്യത്തെ റാങ്ക് രണ്ടാമത്തെ റാങ്ക് തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ സ്ക്രീനിൽ കാണുന്ന ആ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ഞാൻ LBSൻ്റെ പ്രോസ്പെക്ടസിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഫോർ റാങ്ക് ലിസ്റ്റ് 1 എന്ന് പറയുന്നത് BSc നഴ്സിംഗ് ഒക്കെ വരുന്ന റാങ്ക് ലിസ്റ്റാണ് കേട്ടോ. അപ്പം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ടോട്ടൽ നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. ഞാൻ എൻ്റെ മലയാളം പറഞ്ഞുതരാം. ഇപ്പം ഇൻഡെക്സ് ഒരുപോലെ വന്നു. അപ്പം ഇൻഡെക്സ് ഒരുപോലെ വന്നു. ഇപ്പം 300 ഇൻഡെക്സ് വന്ന 100 പേരുണ്ടെങ്കിൽ അവരിൽ തന്നെ ആർക്കാണ് ഏറ്റവും കൂടുതൽ ബയോളജി മാർക്കെന്ന് നോക്കും. അപ്പോൾ ആർക്കാണോ ഏറ്റവും കൂടുതൽ ബയോളജി മാർക്കുള്ളത് ആ വ്യക്തിക്കായിരിക്കും ഫസ്റ്റ് റാങ്ക് കൊടുക്കുന്നത്. ഇപ്പം 2 പേർക്ക് അതിൽ തന്നെ ഇപ്പം 100 പേരിൽ ഒരു 20 പേർക്ക് ഒരുപോലെ ബയോളജിക്ക് സെയിം മാർക്ക് വന്നു. അപ്പോൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഫുള്ളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? അടുത്ത് നോക്കുന്നതെന്ന് പറയുന്നത് കെമിസ്ട്രിയുടെ മാർക്കായിരിക്കും. അപ്പോൾ കെമിസ്ട്രി കൂടുതൽ ആർക്കാണോ അവർക്കായിരിക്കും അപ്പം ആ 20 പേരിൽ ഏറ്റവും ഉയർന്ന റാങ്ക് കെമിസ്ട്രിക്ക് ആർക്കാണോ കൂടുതൽ ആ ഒരു ഓർഡറിൽ കൊടുക്കും. അപ്പോൾ വീണ്ടും ആ 20 പേരിൽ തന്നെ ഒരു 5 പേർക്ക് ഒരുപോലെ കെമിസ്ട്രിക്ക് ഒരുപോലെ മാർക്ക് വന്നു. അപ്പോൾ എന്ത് ചെയ്യും? അവരുടെ 5 പേരുടെ ഫിസിക്സിൻ്റെ മാർക്ക് നോക്കും. അപ്പോൾ ആർക്കാണോ ഫിസിക്സിന് ഏറ്റവും കൂടുതൽ മാർക്കുള്ളത് അവർക്കായിരിക്കും പിന്നീട് ആ ഒരു റാങ്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അടുത്ത റാങ്കിലോട്ട് നമ്മൾ വരുവാണ്. വീണ്ടും ടൈ ഉണ്ട്. ഈ പറയുന്ന ഇപ്പം ഈ ഒരു 100 പേരിൽ ഒരു 3 പേർക്ക് ഫിസിക്സും കെമിസ്ട്രിക്കും ബയോളജിക്കും ഫുള്ളാണെന്നിരിക്കട്ടെ. എന്ന് പറയുമ്പോൾ ഫുൾ മാർക്ക് ഉണ്ട്. അപ്പോൾ അവർ തന്നെ ആർക്കെങ്കിലും ഒരാൾക്ക് വെറുതെ എടുത്ത് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം LBSകാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് നോക്കാൻ പോകുന്നത് ഈ ഒരു ടോട്ടൽ പെർസെൻറ്റേജ് നമുക്ക് +1 +2 കൂടെ 1200 നമ്മുടെ മാർക്ക് വരുന്നത്. ആ 1200 ആർക്കാണോ ഏറ്റവും കൂടുതൽ മാർക്കുള്ളത് ആ വ്യക്തിക്കായിരിക്കും ആദ്യത്തെ പ്രയോറിറ്റി കൊടുത്ത് റാങ്ക് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ 3 പേർക്കായിരുന്നു ഏകദേശം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് ഫുൾ മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പം അടുത്തത് നമ്മൾ ടോട്ടൽ മാർക്ക് നോക്കുന്ന സമയത്ത് 1200 ഇതിൽ ഒരാൾക്ക് മാത്രമേ 1200 ഉള്ളൂ. അപ്പോൾ ആ കുട്ടിക്കായിരിക്കും ആദ്യം റാങ്ക് ലിസ്റ്റിൽ പരിഗണന കൊടുക്കുന്നത്. ഓക്കെ, അതാണ് അടുത്ത ക്രൈറ്റീരിയ. അപ്പം അതിൽ ആ 3 പേരിൽ ഒരാൾക്ക് ഇപ്പോൾ നമ്മൾ കൊടുത്തു. പിന്നീട് 2 പേരുണ്ട്. ആ 2 പേരിൽ പിന്നീട് വരുന്ന 2 പേരിൽ 2 പേർക്കും ഒരേപോലെയാണ് മാർക്ക് വന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അടുത്തൊരു ടൈലോട്ട് പോകേണ്ടി വരും. ഇപ്പം ബാക്കിയുള്ള 2 പേർക്കും 2 മാർക്കാണെന്നിരിക്കട്ടെ, 1195 ഒരാൾക്ക് 1190. അപ്പോൾ എന്ത് ചെയ്യും? 1195 കുട്ടിക്കായിരിക്കും ആദ്യത്തെ റാങ്ക് കൊടുക്കുന്നത്. ഇഫ് അങ്ങനെയല്ല, 2 പേർക്കും ഒരേ മാർക്ക് തന്നെയാണ്, 1195 തന്നെയാണ്. അപ്പോൾ നമ്മൾ അടുത്തൊരു ക്രൈറ്റീരിയയിലോട്ട് പോവുകയാണ് ടൈ ബ്രേക്കറിൻ്റെ. അതെന്ന് പറയുന്നത് സെക്കൻഡ് ഇയറിൽ ഇംഗ്ലീഷിന് ആർക്കാണോ മാർക്ക് കൂടുതൽ അവർക്കായിരിക്കും കൂടുതൽ പ്രയോറിറ്റി കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇംഗ്ലീഷിന് സെക്കൻഡ് ഇയർ ഉള്ള മാർക്ക് എന്ന് പറയുന്നത് 100 മാർക്കാണ്. അപ്പോൾ ഈ 2 കുട്ടികളിൽ തന്നെ ആർക്കാണോ അവരൊരേ മാർക്കിലാണ്, ടോട്ടൽ മാർക്ക് കൂട്ടുമ്പോൾ 2 പേർക്ക് ഒരേ മാർക്കാണ് 1195. പക്ഷെ അതിൽ തന്നെ ഇംഗ്ലീഷിൻ്റെ മാർക്ക് ഏറ്റവും കൂടുതൽ ആർക്കാണോ അവർക്കായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ടൈ വന്നു കഴിഞ്ഞാൽ ഏറ്റവും അവസാനമായിട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ആർക്കാണോ ഇതിൽ ഏജ് കൂടുതൽ അവർക്കായിരിക്കും ആദ്യത്തെ റാങ്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ LBSകാർ തീരുമാനിച്ചിരിക്കുന്ന BSc റാങ്കിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ആ ഒരു ടൈ ഇതായത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും, സൈഡിൽ നമുക്ക് ടോട്ടൽ റാങ്ക് ലിസ്റ്റൊക്കെ എടുത്ത് നോക്കിയാൽ കാണാനായിട്ട് പറ്റും എങ്ങനെയാണ് പെർസെൻറ്റേജ് കാണാനായിട്ട് വരും. അപ്പോൾ നമ്മൾ ചിന്തിക്കും, അയ്യോ എനിക്ക് എന്നെക്കാളും പെർസെൻറ്റേജ് കുറവുള്ള കുട്ടിയാണല്ലോ എൻ്റെ മുകളിലത്തെ റാങ്കിലെന്ന്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LBSകാർ വെച്ചിരിക്കുന്ന ഒരു ക്രൈറ്റീരിയ അനുസരിച്ച് നമ്മുടെ +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോയുടെ മാർക്ക് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻഡെക്സ് വെച്ചിട്ടാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ചിലപ്പം അപ്പം നമ്മളെക്കാളും
ടോട്ടൽ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ 1200 നമ്മളെക്കാളും ചിലപ്പോൾ മാർക്ക് കുറവുള്ള ആളായിരിക്കും നമ്മുടെ മുന്നിൽ വരുന്നത്. കാരണം അവർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് സെക്കൻഡ് ഇയറിൽ മാർക്ക് കൂടുതലുള്ളത് കൊണ്ടാണ്. അപ്പം ഇതാണൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിൽ എല്ലാ ഡൗട്ട്സും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനോ എന്തെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.